ആരാ? വിശ്വനാഥ് സാറിനെ കാണാൻ വന്നു. എന്ത്? അല്ല, ഒരു കാർ എടുത്തേ. അല്ല, ഇവിടെ മുമ്പേ എടുത്തായിരുന്നു, പിന്നെയാ കൊടുത്തത്. എന്ത്? ഇപ്പൊ ഇവിടെ കാർ ഷെഡ് ഒഴിഞ്ഞെടുക്കല്ലേ? അതിന് എന്റെ വീട്ടിലേക്ക് കാർ കയറില്ല. ഞാൻ കാർ ഇടാൻ വേണ്ടി 1 സെന്റ് വസ്തു വാങ്ങുന്നുണ്ട്. അതുവരെ ഇവിടെ ഇങ്ങനെ അതുവരെ കാർ ഇടണം അല്ലേ? ഇടാ കേട്ടാ. കാറ് മാത്രം ആക്കണ്ട, 2 ബസ്സും ഒരു ട്രെയിനും ഒക്കെ കൊണ്ട് ഇട് കേട്ടാ. 3-4 ദിവസം കാർ ഇട്ടിട്ട് ഇവിടെ അവകാശം സ്ഥാപിക്കണം അല്ലേ? എന്നിട്ട് ഈ വീടിന്റെ ഉടമസ്ഥനാണോ അല്ലേ? വന്നേ, ഇങ്ങോട്ട് വന്നേ. വാ ലീലാവ് ചേച്ചി, സൂണാ, എല്ലാരും ഒന്ന് വന്നേ. ദാണ്ട കാർ ഷെഡിന് ആള് വന്നിരിക്കുന്നു, ഇപ്പൊ വരും. ദാണ്ട ഈ ചേട്ടനെ കാർ ഷെഡ് ഒന്ന് വേണമെന്ന്. 4 ദിവസത്തേക്ക് മതി കാർ ഇടാനേ. വളരെ വിനീതമായിട്ടാണ് അഭ്യർത്ഥിച്ചത്. ശരി ചേട്ടത്. ഓടി രക്ഷപ്പെട്ടതായി. എന്താ കുഞ്ഞ, എന്താ പ്രശ്നം? എന്താ കാറിടാനേ 2 ദിവസത്തേക്ക് കാർ ഷെഡ് ചോദിച്ചു വന്നതാ. അത് ശരി. ഇവിടെ ഉണ്ടാക്കിയ കുട്ടീശ്വരങ്ങളൊന്നും പോരെ. അവൻ പോയി. അയ്യോ 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 എന്താ അമ്മാവ കാര്യം? എന്താ? ആരാ അമ്മാവൻ അടിച്ചത്? ആരാ അമ്മാവൻ അടിച്ചത്? എന്താ അമ്മാവ കാര്യം? ഓടി വാടി. ഇത് ഭീകരമായ മർദ്ദനമാണല്ലോ ഏറ്റിരിക്കുന്നത്. കുടി കുടി. പിടിക്കാൻ ശക്തിയില്ല, ഒഴിച്ചതാ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ. എന്താ കാര്യം പറ, സംഭവം പറ. ലീലാവതിയുടെ കുഞ്ഞമ്മയുടെ മോന്റെ കല്യാണം. അത് ഞങ്ങള് പറഞ്ഞാണല്ലോ. ഇന്നായിരുന്നല്ലേ കല്യാണം? എന്താ കല്യാണത്തിന് പോകുന്ന ഒരു ആക്സിഡന്റ് വല്ലതും പറ്റിയാ? ഇല്ല. എന്ത് ആക്സിഡന്റ് ഇവിടെ അടുത്തുണ്ടായിരുന്നു. എന്താ ആക്സിഡന്റ്? കല്യാണത്തിന് ഉണ്ണാൻ കേറി. എന്താ? അയ്യോ, എന്റെ ദേഹത്തിന് ഓടിയാൻ എല്ലാം ഒന്നും ബാക്കിയില്ല. അയ്യോ, എന്റെ പൊന്നു മക്കളെ, ഞാൻ കല്യാണത്തിന് ഉണ്ണാൻ കേറി. അവിടുത്തെ തള്ളൽ എന്നെ ചതച്ചരച്ച്. ഭഗവാനെ, എന്റെ അമ്മാവ, കല്യാണ സദ്യക്കൊക്കെ കയറുക എന്ന് പറയുന്നത് ഭയങ്കരമാരായ അഭ്യാസികൾക്ക് മാത്രം വീതിച്ചിട്ടുള്ള കാര്യ. കൈവിട്ട കളിയാണല്ലോ അമ്മാവൻ കളിച്ചത്. ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. താലി കെട്ടി നടക്കുമ്പോഴേ ഞാൻ സദ്യാരത്തിന്റെ ഷട്ടർ നോക്കി വെച്ചിരുന്നു. എന്നിട്ട് അതിനടുത്ത് കുറുവി നിന്ന്. കല്യാണ സദ്യക്ക് തള്ളി കയറാൻ എനിക്ക് ഭയങ്കര നേക്ക. അതിന്റെ വശം മുഴുവനും എനിക്കറിയാം. പക്ഷേ ഇന്ന് ടൈമിംഗ് തെറ്റിപ്പോയി. സദ്യാരത്തിന്റെ വാതിലും ഷട്ടറും തുറന്നതും ഹൈലേസാന്നും പറഞ്ഞ് ഞാൻ നുഴഞ്ഞു കയറുന്നതിന്റെ ഇടയിൽ എന്റെ കാര്യത്തിൽ പായി. പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. ലീലാവതി ചേച്ചിയല്ലേ കല്യാണത്തിന് വിളിച്ചത്? വിളിച്ച ആൾക്കാരെ സദ്യ ഉണ്ണാൻ ചേച്ചി കൊണ്ടുപോയി ഇരുത്തിയില്ലേ? കല്യാണ സദ്യക്ക് ക്ഷണിച്ചിരുത്തി ഉണ്ണിക്കുക. ക്ഷണിക്കാൻ കാത്തിരുന്നാലേ പട്ടിണി മരണമായിരിക്കും നടക്കുന്നത്. പ്രസന്റേഷൻ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ക്ഷണിച്ചവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ്. ഈ തിരുവനന്തപുരം ജില്ലയില് കല്യാണ പന്തിക്ക് കളരി എന്നാണ് പറയുന്നത്. അറിയാവോ? കാര്യം എന്താണെന്ന് അറിയാവോ? എടി, അഭ്യാസവും അടവും പഠിച്ചവർക്ക് മാത്രമേ കല്യാണ സദ്യ കയറി പറ്റാൻ പറ്റൂ. അയ്യോ, ഇതായിരുന്നു. ലീലാ ചേച്ചി, എന്ത് പറ്റി? ചേച്ചി ചവിട്ടി ചമന്തിയാക്കി കളഞ്ഞു. ദൈവമേ, ചേച്ചിയും കല്യാണ സദ്യക്ക് കയറിയതാണോ? എങ്ങനെ അറിഞ്ഞെന്നോ? വാ വാ വാ, പയ്യ വീടല്ലേ. ചേച്ചിയുടെ വീട്ടുകാരല്ലേ കല്യാണം നടത്തിയത്? എന്നിട്ട് ചേച്ചിക്ക് സദ്യക്ക് തള്ളേണ്ടി വന്നോ? എടി, ഇനി ദൈവം തമ്പുരാൻ വന്നാലും ശരി, തള്ളി ചവിട്ടി ചമ്മന്തിയാക്കിയിട്ട് അത് കയറാൻ പറ്റൂ. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, കേരള മുഖ്യമന്ത്രി, മമ്മൂട്ടി, മോഹൻലാൽ, അമേരിക്കൻ പ്രസിഡന്റ് ബുഷ്, എന്തിന് ഐശ്വര്യ റായ്, MD അമിതാഭ് ബച്ചൻ, യേശുദാസ്, ഇനി ഏത് മേഖലയിൽപ്പെട്ട ഏത് വമ്പന്മാരായിരുന്നാലും ശരി, ഈ കാലത്ത് കല്യാണ സദ്യയിൽ കയറണോ? ആടി പീടി അട്ടഹാസങ്ങളിലൂടെ നടക്കും.
കല്യാണ സദ്യാലയത്തിന് മുമ്പിലാണ് യഥാർത്ഥ സോഷ്യലിസം. തങ്ങളിൽ വലിപ്പച്ചെറുപ്പമില്ല. അതെ അതെ. അയ്യോ 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 ഡേയ്. വെറുത്തുപോയി, ജീവിതം തന്നെ വെറുത്തുപോയി. കണ്ട കണ്ട എന്റെ കൂളിംഗ് ഗ്ലാസിന്റെ ഒരു ഗ്ലാസ് കണ്ടില്ല. സംഗതി എന്താണെന്ന് അറിയാവോ? അറിയാം ഒരു കാര്യം ചെയ്യ്, പോയി റെസ്റ്റ് എടു ചെല്ല്. നോക്ക് എന്റെ വെള്ള ഷർട്ട് നോക്ക്. ഈശ്വര. ആ സുഗുണ, കല്യാണത്തിന്റെ CD നാളെ തന്നെ കിട്ടും. CD കാണാൻ ഒരു CD പ്ലെയർ വാടകയ്ക്ക് എടുക്കണേ. ചേച്ചി എന്നെ കൂടെ വിളിക്കണേ. ആ വിളിക്കാം വിളിക്കാം. ഞാൻ പോ, റെസ്റ്റ് പോയി എടുക്കാം. റെസ്റ്റ് എടു ചെല്ല്. സുണ ചെല്ല്, കണ്ണാടി മാറ്റി തരണം ഓ കേട്ടോ. മാറ്റിയിടാം. പാവം ഇനി എന്തോ പരിപാടി, വാ കിഴിയിട്ടരാ ചെല്ല്. അതെ ഈ സീഡി ഇവിടെ തരാൻ പറഞ്ഞു. ചേട്ടത്തി CD കിട്ടി, CD. ദാണ്ടെ മധുക്കുട്ടന്റെ കല്യാണ CD. അമ്മാവാ CD കിട്ടി, CD. ദാണ്ടെ വാ ചേട്ടത്തി ചേട്ടത്തി ദാണ്ടെ CD കിട്ടി, CD. CD. ശകുന്തള കാണാൻ വിളിക്ക്. CD കിട്ടിയ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിക്കാം CD കിട്ടി, CD. CD കിട്ടി. പെങ്ങളെ വാ വാ CD കിട്ടി. കിട്ടിയോ? അവിടെ റെഡിയാക്കിയാണ്, പെട്ടെന്ന് ചെല്ലണം. അമ്മാവാ എവിടെ? കടയിൽ പോയി. കടയിൽ പോയാ? വാ 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 പെട്ടെന്ന് വാ. ചേട്ടത്തി ഇതാ വന്ന് ചേട്ടാ. വാ, വാ. അവിടെ റെഡിയാക്കിയാണ്. ചേട്ടത്തി നാളെത്തി. ആ വാ വാ. നീ ആ കസേര കൊണ്ട് പിടിച്ചിട്ട് അനക്ക് ready പണി ശകുന്തള ഒന്ന് മുണ്ടക്കയ്യോ. പിടിച്ചേ. ഞാൻ സഹായിക്കാം. അതൊന്ന് വന്ന്. ഇവിടെ ഇരുന്ന് ആദ്യം കാണാം. എടാ, ഇവിടെ വന്നിരിക്കെ. കല്യാണ CD ഉദയസൂര്യനെ തുടങ്ങാവൂ. ഈ പറക്കുന്ന കിളി, കാറ്റിലാടുന്ന വയൽ, ഇങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങള്. ഫാസ്റ്റ് അടിക്കട്ടെ. ശകുന്തളെ, 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 ദോ, 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 രാമേശൻ സാറ് ദോ അങ്ങ് പോയി. ശകുന്തളെ, ശകുന്തളെ. ചേട്ടൻ വന്നു. അവിടെ ഇരിക്കേ, ഞാൻ പോയി വിളിച്ചോണ്ടിരാ. അയ്യോ അവളുടെ സാരി നോക്കി. സുണ, ശകുന്തള അവിടെ ഓ ഉണ്ട്. അകത്തിരുന്ന് കല്യാണ CD കണ്ടോണ്ടിരിക്കുന്നു. സീഡിയാ ഓ കല്യാണ CD തന്നെ. കല്യാണ CD എന്ന് പറയണ ഇപ്പം മൊത്തം സിനിമ CD പോലെയല്ലേ ഇറങ്ങിയിരിക്കുന്നത്. ഫസ്റ്റിലേക്ക് എഴുതി കാണിപ്പ്, പാട്ട്, ഡാൻസ്, പിന്നെ മറ്റേ കല്യാണ സദ്യ അങ്ങോട്ട് മാറാ എന്ന് പറഞ്ഞിട്ടുള്ള ആരി സ്റ്റണ്ട്. ഓ. രസം തന്നെ. പിന്നെ ഈ താലി കെട്ടിക്കഴിഞ്ഞാൽ എന്ത് നടക്കുന്നുള്ള സസ്പെൻസ് സിനിമ പോലെ തന്നെ. എനിക്കാണെങ്കിൽ ഈ CD കാണുന്നുണ്ടല്ലോ ഭയങ്കര ഹരമാണ്. ശകുന്തള ഇങ്ങ് വിളി. ഓടിക്കേം വാന്ന് അല്ല, കാണാം, നല്ല രസമുണ്ട് വാ. അയ്യോ സരള ചേച്ചി. അയ്യോ ദാ നിൽക്കുന്ന റാണിമോളല്ലേ? അതെപ്പോ വന്നു? കല്യാണത്തിന് വന്നില്ലെന്നാ ഞാൻ വിചാരിച്ചേ. എന്നെ കാണിച്ചാ? അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓ, കാണാനുള്ള ആഗ്രഹം ഉണ്ട്. ചേട്ടാ നമ്മുടെ മായ ചേച്ചി ഇല്ലേ, അവര് ലീലാവതി ചേച്ചിയുടെ ബന്ധുക്കളാ. ഈ കല്യാണ ചെടി കണ്ടപ്പോഴാ മനസ്സിലായത് അവര് കല്യാണത്തിനുണ്ടായിരുന്നു. അത് ശരി, നിങ്ങൾ തമ്മിൽ ബന്ധം എങ്ങനെ? കൊള്ളാം, ഞങ്ങളടുത്ത ബന്ധുക്കളല്ലേ. അയ്യോ ഓടിക്ക് ആദ്യം പോലെ കണ്ടില്ലല്ലോ. ഞാൻ ഇടാമേ. അതന്നെ അതന്നെ അഴിച്ചാൻ കുഴിച്ചാ ഒന്നേന്ന് കാണാം. വെൽക്കം. അങ്ങനെയായിരുന്നു. എന്തോടെ നിന്ന് ഞെളിയുന്നേ? CD എടുത്ത് റിലാക്സ് ചെയ്യാൻ ഇറങ്ങിയത്. CD അമ്മാവ, എല്ലാ ടീമുകളും ഇതിനകത്തുണ്ട്. CD കാണുകയാണ്. സീഡിയോ? ഇന്നലെ സദ്യ കിടിയുണ്ട് ചമ്മന്തി ആയില്ലേ, കല്യാണ CD അത് കാണുകയാണ്. ആ. എന്നാ എനിക്കൊന്ന് കാണണം. ശാരദേ, CD കിട്ടി, മധുക്കുട്ടന്റെ കല്യാണത്തിന്റെ CD. ഓ കിട്ടിയോ? ആ ആദ്യ ബാച്ച് കണ്ടിട്ട് പോയി. ഇത് രണ്ടാമത്തെ ബാച്ചാ. ഇപ്പൊ ഓഫ് ആക്കിയതേ ഉള്ളൂ. ചേട്ടത്തി സാവിത്രി ചേച്ചി വിളിക്കാൻ പോയിരിക്കാണ്. അയ്യോ എനിക്ക് കാണാൻ ധൃതിയായി. അമ്മാനോട് വാന്നേ. അത് തന്നെ അമ്മാവ, അഴിച്ചാൻ കുഴിച്ച ഒന്നേന്ന് കാണാം. വാ. വരം കാലത്തൊട്ട് വീണ സീനൊക്കെ നല്ല അടിപൊളിയായിരിക്കണം. നിങ്ങൾ കാണാം, ഞാൻ പിന്നെ ഒന്ന് കാണാം. ചെല്ലു. അതൊന്നും ഒരു ഞാൻ വേണമെന്ന് പറഞ്ഞാ അങ്ങോട്ട് വരും. വാ ഇങ്ങോട്ട്. കാണാൻ പറഞ്ഞപ്പോ നടക്കാം അങ്ങട്. വെയിറ്റ് ഇടണം.
ആ, ഇരി, ഇരി. വേഗം ഓൺ ചെയ്ത് അയ്യോ, താ ഈ സുഗുണേട്ടാ. പെടാ, റിമോട്ട് എടുക്കാൻ മറന്നുപോയി. വരും, വരും. അയ്യോ. ഭയങ്കര കണ്ടുപിടുത്തങ്ങളെ തന്നെയല്ലേ? ഇത് ഞാൻ കണ്ടതാ. നമുക്ക് സുഗുണനെ കണ്ട് കാര്യം സാധിക്കാം. വാരിക വായിക്കാതിരിക്കാനും വയ്യ. ലീലാവതിയുടെ കണ്ണിപ്പെടാതെ വാരിക അടിച്ചിട്ട് പോവുകയും വേണം. വാ. സുഗുണ. ലീലാവതി ചേട്ടത്തി, ദാ അമ്മാവന് അപ്പുറത്ത് ഓടിക്ക ചേട്ടന്റെ ഭാര്യ വന്നു. അമ്മ, പുറകില്. അല്ല ഞങ്ങളൊരു ടിക്കറ്റ് എടുക്കാൻ വന്നു. അല്ല ഇത് ആരൊക്കെയാ? ഏ? വീട്ടിലെയോ? അയ്യോ സീഡി കണ്ടോ? ഏ? അങ്ങോട്ട് പോയാലോ? ഇനി പോയാലോ മതി. ഇങ്ങനെ? പറയുന്നത് പിന്നെ വാങ്ങിച്ചോ ചേച്ചി. അതെ ഞാൻ പിന്നെ നമ്മളെ വാങ്ങിക്കോളാം. അന്ന് ഫാസ്റ്റ് അടിച്ചപ്പം അതെ, കുറെ അതെ, ഭാഗങ്ങൾ അതെ. കാണാൻ പറ്റിയില്ല. അത് നമുക്ക് ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണാം. ഏ, ആ കഥ അങ്ങോട്ട് സുഗുണ, കേൾക്ക്. ഞാൻ ബാബാ, ഇവിടെ ഇരിക്ക്. ആ, ഇവിടെ ഇരിക്ക്. ഞാൻ എടുത്തോട്, ഇങ്ങോട്ട് അവിടെ ഇരിക്കുന്നു. പോരുത്, പോരുത്. ദാ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കിയിരിക്കും, അങ്ങോട്ട് നോക്കി. ഇട്ടൊരു കേടത്തി. കാണാത്ത കുറെ ഭാഗങ്ങളുണ്ട്. കാണാത്ത. അങ്ങോട്ട് നോക്കി. ഇരുന്ന് കാണാ. ഇട്ടോട്. ടി വി ഓണാക്കി കേട്ടത്തി. ആ, അതാ. അതാ വന്ന്. ഇരുന്ന് കാണു, കാണു, കാണു. ആഹാ. നമുക്ക് കെട്ടിപ്പിടിച്ചിരുന്ന് കാണാം. അയൽവക്കക്കാരെ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഐക്യം വേണം. ദാ നോക്ക്, കിളി കിളി കണ്ടോ? അമ്മച്ചി, എന്ത് ദൂരം അങ്ങോട്ട് കണ്ടില്ലല്ലോ. എങ്ങനെ മനസ്സുറപ്പിച്ചു വരുവാണ്? ഏ? മനപ്രയാസപ്പെടുത്താനായിട്ട് അവിടെ സീഡി ഇട്ടിക്കല്ലേ, കല്യാണ സീഡി. അതിനെന്ത്? അത് കാണാൻ ഭയങ്കര രസമല്ലേ? അവനവൻ ഉൾപ്പെട്ട കാര്യമാകുമ്പം അവനവന് രസം തോന്നും. അവിടെ ഇപ്പൊ വരുന്നവരെ പോണവരെ ഒക്കെ ഇട്ട് സീഡി കാണിക്കല്ലേ. ആ, അത് കാണാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് വന്നാ മതി കേട്ടാ. എന്താ ഒരു സീഡിക്കാരൻ വന്നിരിക്കുന്നു. പാടെ അവിടെ നിന്ന്. കളവി. ഒരു സീഡി. ആരൊക്കെ? മണി സുഖം പിരിവിന് വന്നതാ. ആർട്സ് ക്ലബിന്റെ പിരിവിന് വന്നതാ. ഓഹോ, മധുക്കുട്ടന്റെ കല്യാണത്തിന് നീ വന്നിരുന്നല്ലോ. ശ്ശേ, അതിന്റെ സീഡി ഇട്ടിട്ടുണ്ട്. വാ, കണ്ടിട്ട് ചേട്ടാ പോവാ. ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. അയ്യേ, കല്യാണ സീഡിയുള്ള വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ആ സീഡി ഇട്ട് കാണിച്ചു കൊടുത്തിട്ടേ വിടാവൂ. പണ്ടൊക്കെ ആൽബം ഒക്കെ എടുത്ത് കാണിക്കും പോലെ. വാ, കണ്ടിട്ട് പോവാം. ചേട്ടതി, കുറെ പ്രേക്ഷകർ വന്നിട്ടുണ്ട്. കേറ്, കേറ്. ആ, മണി കേറ്, കേറ്, കേറ്. എന്റെ കുഞ്ഞെ, ഞാനൊരു കാര്യം പറഞ്ഞാ മറ്റൊന്നും തോന്നരുത്. എന്തല്ലേ ചേച്ചി? അല്ല, വീട്ടിൽ വരുന്നവരും പോണവരെയൊക്കെ ആ സീഡി ഇട്ട് കാണിക്കാന്ന് പറഞ്ഞാ അത് മോശമാ, ചീപ്പ് ഇടപാട്. ചേച്ചി, അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ? ആർക്ക് സന്തോഷം? കുഞ്ഞിന് സന്തോഷം, കുഞ്ഞിന്റെ വീട്ടുകാർക്കും സന്തോഷം. പക്ഷെ മറ്റുള്ളവർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഓ, അങ്ങനെയൊന്നുമില്ല. അയ്യോ, അയ്യോ, ഇത് കണ്ടാ? ഞാൻ പറഞ്ഞത് കണ്ടാ? സീഡി എന്ത് സൂക്ഷിക്കുക. കുഞ്ഞിനിപ്പോ എന്താ ഏതാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി ചേച്ചി. ആർക്ക്? അയ്യേ. സുഗുണ, ഏ? ഞാൻ നിന്നെ രാവിലെ ആ, അന്വേഷിച്ചായിരുന്നു. എന്ത്? ഡേ, നീ ഇതൊന്നും അറിയുന്നില്ല. ഏതൊന്നും? ഏതെന്ന്? ഡേ, ക്രിസ്മസ് ഒന്നും നീ കേറി. അതിന് അതിനാ ഫസ്റ്റ്. ഡേ, നമ്മൾ കർമ്മോമുഖരായി രംഗത്തിറങ്ങണം. എന്ന് വെച്ചാ ഡേ, നമ്മൾ പലപ്പോഴും ഡിസ്കസ് നടത്താറുള്ള കാര്യമാണ്. നമ്മൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട്ടിലുള്ളവരുടെ വാശിയും വൈരാഗ്യവും നമ്മൾ കൂട്ടണം. അതനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിരിക്കുന്നത്. അറിയാവോ? ഓരോ അവസരവും നമ്മൾ അനുകൂലാക്കണം. ഒരു ആഘോഷം വരട്ടെ, അത് വെച്ച് നമ്മൾ കളിക്കണം. ഇപ്പൊ ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ടാണ് ഉറക്കം നോക്കി നിൽക്കുന്നത്. ചെല്ലടേ, ചെന്ന് സ്പിരിറ്റ്. ഞാൻ ആ സമയം കൊണ്ട് സതിച്ചേച്ചിയെ സ്പിരിറ്റ് ആറ്റാ. ക്രിസ്മസിന്റെ പേരില് അവരെ തമ്മിൽ മത്സരിപ്പിക്കണം. എന്ത് സൂണ? അറിഞ്ഞിരുന്നില്ല, ഇത്രയും മഹാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ കഷണ്ടി തലയ്ക്കുള്ളിൽ ഇത്രയും മഹത്തായ ഒരുപാട് ആശയങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടാ. അത് സുഗുണൻ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പ്രശംസാവചനങ്ങൾ ചൊരിയാണ്. വാസ്തവത്തിൽ സൂണ, ഞാൻ സൂണനെ പോലെ ഒരു സാധാരണ മനുഷ്യന്. പറയരുത്. വിനയമാകാം, എളിമയാകാം, പക്ഷെ സ്വയം ചെറുതാവരുത്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് സൂണ. നമ്മൾ ഒന്നിച്ചു നിന്ന ഒരു ശക്തിക്കും ഈ വീടുകളിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ പറ്റില്ല സൂണ. സത്യം, സത്യം. അപ്പോഴിതാ നമുക്കും ക്രിസ്മസ് കിട്ടിയിരിക്കും. പുത്തൻ പ്രതീക്ഷകളുടെ ഉദയമാണ് ക്രിസ്മസ്. ലോകത്തിന് പുതു വെളിച്ചവും പുതു ശക്തിയും കൊടുക്കുന്ന ആഘോഷം. അതെ, ഈ ആഘോഷത്തിൽ നിന്ന് നമുക്കും പ്രത്യാശയുടെ ദീപങ്ങൾ കൊളുത്താം.
ഛേ അയ്യേ കേട്ടപ്പോ എനിക്കങ്ങ് നാണക്കേടായി പോയി. എന്താ സുഗുണ? നമുക്കിപ്പോ ബന്ധുക്കാരും പരിചയക്കാരും ഇല്ലാത്തൊരു ഫീല് പോലെ. നീ കാര്യം പറ. അപ്പുറത്ത് സഹിച്ചേച്ചിക്ക് കാർഡ് വന്ന്. കാർഡ്, ക്രിസ്മസ് കാർഡ്. നമുക്കിവിടെ ഒറ്റ കാർഡ് വന്നില്ല. എന്ന് വെച്ചാ നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് അധികം ആൾക്കാരില്ല. അല്ല അതിപ്പോ സ്നേഹം കാണിക്കാൻ കാർഡ് തന്നെ വേണമെന്നുണ്ടോ?